ഫെമിനിസ്റ്റ് ചിന്താഗതികളുള്ള, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ, അവർ കാലാകാലങ്ങളായിട്ട് പല തോന്നിവാസങ്ങളും കാണിക്കുവാൻ വേണ്ടിയിട്ട്, ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, അവർക്ക് പല മേഖലയിലും ദുർനടപ്പ് നടത്തുവാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരോ നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അവർ നേടിയെടുക്കുന്നു. കാരണം ഏത് സമയവും എവിടെ വച്ചും ഒരു പെൺകുട്ടിക്കും ആൺകുട്ടിക്കും സ്ത്രീക്കും പുരുഷനും ലൈംഗികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ മുൻകാലങ്ങളിൽ ലോഡ്ജുകളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും റെയ്ഡുണ്ടോ? റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ്റെ തൊപ്പി തെറിക്കും. അത്രമേൽ അവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ റെയ്ഡ് നടത്തി, ഓക്കെ, അതായിക്കോട്ടെ. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എന്തിനു പറയുന്നു, നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാം നടക്കുന്നത് ബെഡ്റൂമിൽ നടക്കുന്നതിനേക്കാളും മോശം അവസ്ഥയാണ്. ഈ അവസ്ഥ കൊണ്ടെത്തിച്ചത് ഇവിടുത്തെ ഫെമിനിസ്റ്റുകളാണ്. അവർ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ പോകുന്നു, ഒരു ഓർഡർ വാങ്ങുന്നു. അതെങ്ങനെ വാങ്ങുന്നു? അതിനു വേണ്ടിയിട്ട് കോടികൾ മുടക്കാൻ വേണ്ടിയിട്ട് പാവാടകളായിട്ടുള്ള കോടീശ്വരന്മാരുമുണ്ട്. അതേസമയം പുരുഷന്മാരുടെ ഒരു പ്രശ്നം പറഞ്ഞ് എവിടെയെങ്കിലും പോട്ടെ, ഒരാൾ 1 രൂപ സഹായിക്കില്ല.